ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അവൽ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടാണ്. നന്നായിട്ടുണ്ടാവും കേട്ടോ. അത് അവൽ ഉപ്പുമാവ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി, സവാള, അവൽ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. പിന്നെ ഒരു കപ്പ് അവൽ എടുത്ത് വെച്ചിട്ട് നോക്കൂ, ഇതിൻ്റെ ഈ നല്ല തിക്ക് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വൈറ്റ് കളറ്. രണ്ട് ടൈപ്പിലുണ്ട്, ഒന്ന് തിന്ന് ഒന്ന് തിക്ക്. ഞാൻ തിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കറക്റ്റായിട്ട് ഒരു കപ്പ് എടുത്ത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തേക്ക് കേട്ടോ. നല്ലോണം കഴുകി ഞാൻ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഒരു 5 മിനിറ്റ് കുതിരാൻ വെക്കുകയാണ് ഞാൻ. നമ്മുടെ സവാളയൊക്കെ വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കിത് കുതിർന്ന് കിട്ടും. പിന്നെ ഒരു 3 ചെറിയ തക്കാളി ഞാനത് എടുത്തിട്ട് ഒരു മിക്സിയിലിട്ട് നല്ലോണം അരച്ച് പേസ്റ്റാക്കി എടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ അത് ഒഴിച്ചു കഴിഞ്ഞ ശേഷം കടുക് അതിലേക്കിട്ട് അത് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ജീരകമാണ് കേട്ടോ, 1 ടീസ്പൂൺ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ 2 ഉണക്കമുളക് അതൊന്ന് കീറിയിടുക കേട്ടോ അതിൻ്റെ അകത്തേക്ക്. പിന്നെ ഒരാവശ്യത്തിന് 2 ചെറിയ പച്ചമുളകും കുറച്ച് ഇഞ്ചിയും 1 മീഡിയം സൈസ് സവാളയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കണം. പിന്നെ കുറച്ച് കരിവേപ്പില അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഈ സവാള നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായി ഇളക്കിയെടുക്കുക. കടലപ്പരിപ്പാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്, ഗ്രാം താൾ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ അവലിൻ്റെ കൂടെ ഇതൊന്ന് ഇച്ചിരി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്, ഗ്രാം താളും. പിന്നെ ആ അവൽ കുതിർത്ത് വെച്ചില്ലേ, ഞാനത് സ്ട്രെയിൻ ചെയ്യാൻ എടുക്കുക കേട്ടോ. നല്ലോണം അരിച്ചെടുക്കുക. അത് ആ വെള്ളമൊക്കെ ഒന്ന് പൊയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. നല്ലോണമൊക്കെ വെള്ളം പോയിന്നൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക, നല്ലോണം വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ആ സമയം കൊണ്ട് സവാള കുറച്ച് നന്നായിട്ട് വഴണ്ടി വന്നു. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു വറുത്ത കടലയാട്ടോ ഇട്ടിരിക്കുന്നത്, ഒരു 1/4 കപ്പ് വറുത്ത കടല. അതും കൂടെ ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം. ആ കടലയുടെ ടേസ്റ്റും കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടാവും ഈ ഉപ്പുമാവിന്. പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി അതിൻ്റെ അകത്തേക്ക് ഇട്ടു. പിന്നെ കുറച്ച് കായപ്പൊടി അതിൻ്റെ അകത്തേക്ക് ഇട്ടു. നന്നായി ഇളക്കുക, നന്നായി ഇളക്കിയെടുക്കണം. പിന്നെ ആ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി അത് അതിൻ്റെ അകത്തോട്ട് നമ്മളത് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം ഇളക്കി, ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് പോകണം കേട്ടോ. അതുവരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി നല്ല തക്കാളിക്ക് നല്ലോണം ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അവൽ, നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 2 to 3 മിനിറ്റ്സ് ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കണം. ഇത് നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടിഫിനും വൈകുന്നേരത്തേക്ക് ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് ഈ വേഗം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഏതെങ്കിലും ഒരു വെറൈറ്റി ചമ്മന്തിയോടുകൂടി നമുക്കത് കഴിക്കാം. ഈ അവൽ ഉപ്പുമാവ് കുറച്ച് നേരം ഞാനത് മൂടി വെച്ചു. അത് കഴിഞ്ഞ ശേഷം അത് തുറന്നിട്ട് ഇച്ചിരി ഞാൻ വീണ്ടും ഒന്ന് ഇളക്കുകയാണ്. കണ്ടില്ലേ, നല്ല അതിൻ്റെ അതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സെപ്പറേറ്റാണ് എല്ലാം തനിത്തനിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് അവസാനമായിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്.
നെയ്യ് ഒഴിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ഇച്ചിരി നേരം മൂടി വെക്കുകയാണ്. ഒരു 2 നിമിഷം സ്റ്റൗവിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ഒരു 2 നിമിഷം കഴിഞ്ഞ ശേഷം ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പ് ഞാൻ ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ നെയ്യും ഉപ്പും ഉപ്പുമാവും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ആ നെയ്യൊക്കെ അതിനകത്ത് ചേർന്ന് പറയാനായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നല്ല രുചിയാട്ടോ ഈ ഉപ്പുമാവ്. എല്ലാവരും ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്.